ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പോയിട്ട് ഇങ്ങനെയുള്ള ഇടവഴികളിലും നടപടികളിലും നിരന്തരമായിട്ട് പ്രസംഗിക്കുമ്പോൾ ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും ഞങ്ങളുടെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കും. അവർ ഞങ്ങളോട് ബൈബിള് ചോദിച്ചു മേടിക്കും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് സുവിശേഷ പ്രതി ചോദിച്ചു മേടിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ക്രിസ്തീയ മതമാണ്. ഇതാ അല്പം മുമ്പ് പ്രസംഗിക്കുമ്പോഴും കത്തോലിക്കരാണ് ഞങ്ങൾക്കെതിരെ വഴക്കുണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നതാ, ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവനാ. ആകിയാൽ സുവിശേഷത്തിനെ എതിർക്കുന്നത് നന്നല്ല, നിങ്ങളുടെ തലമുറയ്ക്ക് നന്നല്ല. സുവിശേഷത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏത് നശിച്ചു പോയ അനുഭവത്തിനും ഏത് മുടിഞ്ഞു കിടക്കുന്ന അനുഭവത്തിലും നിങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ സുവിശേഷത്തിന് കഴിയും. എന്നാൽ നിങ്ങൾ എത്ര ഉന്നതനായ ശരി, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയാലും ഞാൻ അവിടെ നിന്നെ താഴെ ഇറക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആരും ഉയർന്ന നിലയിൽ നിൽക്കുന്നത് കൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല. ആരും എന്താണ് വലിയ ആളാണെന്ന് പറഞ്ഞ് നെകളിക്കേണ്ട കാര്യമില്ല. നിന്നെ ഈ യഥാസ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പഞ്ചായത്ത് ഓഫീസറായാലും പോലീസ് ഓഫീസറായാലും എല്ലാ അധികാരങ്ങൾക്കും തടയായിരിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ഒരു മനുഷ്യനെ അധികാരത്തിൽ ഇരിക്കുന്നത്. അവനെ അവിടുന്ന് പറഞ്ഞു വിടുവാനും അവിടെ മറ്റൊരുവനെ യഥാസ്ഥാനപ്പെടുത്തുവാനും യേശു ക്രിസ്തുവിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞുകൊള്ളുവിന്. അതുകൊണ്ട് ധനമുള്ളവൻ ധനത്തിലോ നിങ്ങളുടെ മഹത്വമുള്ളവൻ മഹത്വത്തിലോ അഹങ്കരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവപുത്രനെ പറ്റി കേട്ടുകൊള്ളുവിന്.